KMVRL കമ്പനിക്ക് 51 ഏക്കർ ഭൂമി പതിച്ചു നൽകിയ സംഭവത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട മാത്യു കുഴൽനാടൻ MLA. കമ്പനിക്ക് ഭൂമി നൽകണമെന്ന ജില്ലാ സമിതിയുടെ ശുപാർശ റവന്യൂ വകുപ്പ് തള്ളിയത് ഹൈക്കോടതി റദ്ദാക്കി. ജില്ലാ സമിതിയുടെ ശുപാർശ അസ്ഥിരപ്പെടുത്താതെ സർക്കാരിന് അനുകൂലമായി കോടതി വിധിയുണ്ടാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി റവന്യൂ മന്ത്രി കെ രാജന് കത്ത് നൽകിയ ശേഷമാണ് വിഷയത്തിൽ കൂടുതൽ ഗവേഷണം നടത്തിയതെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. ജില്ലാ സമിതി ശുപാർശ റദ്ദാക്കിയില്ലെങ്കിൽ കോടതിയെ ചാരി സർക്കാരിന് രക്ഷപ്പെടാമെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. KREML കോടതിയിൽ ആവർത്തിച്ചിരിക്കുകയാണ്. അതായത് റവന്യൂ വകുപ്പ് തള്ളിയതിന് പിന്നാലെ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തുവെന്നും ആ നിവേദനം പരിഗണിച്ച് വീണ്ടും റവന്യൂ വകുപ്പ് തള്ളിയെന്നും വീണ്ടും തള്ളിയിട്ടും വീണ്ടും മറ്റൊരു നിവേദനം മുഖ്യമന്ത്രിക്ക് തന്നെ കൊടുക്കുകയും ആ നിവേദനത്തിൻ്റെ ഫലമായി പുതിയ പ്രപ്പോസലോ പുതിയ പ്രോജക്റ്റോ റിവൈസ്ഡ് പ്രപ്പോസലോ ഉണ്ടെങ്കിൽ അത് ജില്ലാ സമിതിയിൽ സമർപ്പിക്കാൻ പറഞ്ഞുവെന്നും അപ്രകാരം ഞങ്ങൾ സമർപ്പിച്ചുവെന്നും അങ്ങനെ സമർപ്പിച്ചതിന് ശേഷം KSIDC വ്യവസായ വകുപ്പിന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഞങ്ങളുടെ ശുപാർശ ഞങ്ങൾക്ക് ഇളവ് അനുവദിക്കണമെന്ന് റെക്കമെൻഡ് ചെയ്തു എന്ന് അവർ പറയുന്നു. ഇതിന് പിന്നാലെ ജില്ലാ സമിതി ഞങ്ങൾക്ക് ഇളവ് അനുവദിച്ചുള്ള ശുപാർശ തന്നുവെന്നും ഞാൻ പറയുന്നതല്ല, ഈ ഇതിനു മുമ്പുള്ള റിപ്പറ്റീഷനിൽ KREML പറഞ്ഞ കാര്യമാണ്. അത് സ്വാഭാവികമായിട്ടും നാളെ ഒരു സമയത്ത് ആളുകൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിലോ സർക്കാരിന് പറയാൻ കഴിയും, ഞങ്ങൾ റിജക്റ്റ് ചെയ്തതാണ്, ഞങ്ങൾ റിജക്റ്റ് ചെയ്തിട്ട് കോടതിയാണ് സമ്മതിക്കാത്തത്. അപ്പോൾ ഗവൺമെൻറ് ഒത്താശയോട് കൂടി ഈ കമ്പനിക്ക് അതിൻ്റെ എക്സംഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.